കൊല്ലത്ത് 13 വയസ്സുകാരിയെ കാണാതായി എന്നുള്ള വിവരം കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. കൊല്ലത്ത് നിന്നും കാണാതായ 13കാരിയെ കണ്ടെത്തി. കുട്ടി തിരൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടെന്ന് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, ആശ്വാസകരമായ വാർത്തയാണ്. കുട്ടി ഇപ്പോൾ എവിടെയാണ്? ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് പൂജ. കുട്ടി ഇപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. തിരൂർ RPFന്റെ കസ്റ്റഡിയിലാണുള്ളത്. അപ്പോൾ രക്ഷിതാക്കളും കുന്നിക്കോട് സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും അവിടേക്ക് തിരിക്കുകയാണ്. അവിടെ നിന്ന് കുട്ടിയെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരും. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കുട്ടിയെ കാണാതാകുന്ന വിവരം വീട്ടുകാർ അറിയുന്നത്. അതിനുശേഷം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കുട്ടി ട്രെയിനിൽ പോയി എന്നുള്ള ഒരു വിവരമാണ് പോലീസിൽ ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനിലൊക്കെ തന്നെ സ്ഥിരമായി കുറേയേറെ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്ന് രാവിലെ വരെ കണ്ടെത്താനാകാതെ അതോടുകൂടി വലിയ ആശങ്കയുണ്ടായി. എന്നാൽ ആ ആശങ്കയ്ക്ക് ഇപ്പോൾ വിരാമമായിരിക്കുന്നു. ബന്ധുക്കൾ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടിയെ കണ്ടെത്തിയത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അമ്മ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ അമ്മയുമായി വഴക്കുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ അമ്മയും ഈ കുട്ടിയും സഹോദരനും അതുപോലെ തന്നെ മുത്തച്ഛനും മുത്തശ്ശിയുമാണുള്ളത്. അമ്മ രാവിലെ പൊല്ലൂരിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയുണ്ട്. ജോലിക്ക് പോയി. അതിനുശേഷം ഇന്നലെ വൈകിട്ട് മുത്തശ്ശനും പോയി. മുത്തശ്ശി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ആ സമയത്ത് ഇന്നലെ നോയമ്പ് എടുക്കുന്ന സമയമായതുകൊണ്ട് തന്നെ കുട്ടി നോയമ്പ് എടുത്ത് വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്നാണ് മുത്തശ്ശി കരുതിയത്. എന്നാൽ വൈകിട്ട് 4 മണിയായിട്ട് കുട്ടിയെ പുറത്തേക്ക് കണ്ടില്ല. മുറി പരിശോധിച്ചപ്പോൾ മുറിയിലും ഉണ്ടായിരുന്നില്ല. പിന്നീട് കുട്ടിയുടെ ഒരു സുഹൃത്തിന്റെ ഫോണിലേക്ക് കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മറ്റൊരാളുടെ ഫോണിൽ വാങ്ങി കുട്ടി വിളിച്ചു. ഞാൻ അമ്മയുമായി പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ വീട് വിട്ടു പോകുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഉടൻ തന്നെ SN കോളേജിലെ വിദ്യാർത്ഥികൾക്ക് തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പല സ്ഥലങ്ങളിലും ഇത് സംബന്ധിച്ച ഒരു പരിശോധന, പല റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന നടത്തി. എന്നാൽ അവിടെ ഒന്നും കണ്ടെത്താനായില്ല. ഇന്ന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൊബൈൽ ഫോൺ വാങ്ങി കുട്ടി വീട്ടിലേക്ക് വിളിക്കുകയായിരുന്നു. താൻ സുരക്ഷിതയാണ്, തിരൂരിലുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ കുട്ടിയെ റെയിൽവേ പോലീസിന്റെ മുൻപിലേക്ക് എത്തിക്കും. അവരുടെ സംരക്ഷണയിൽ കഴിയുകയുമാണ്. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കുട്ടിയെ കണ്ടെത്തി എന്ന് വീട്ടുകാർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അവരത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടിയുടെ ഒരു ബന്ധുവിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതൊന്ന് കേൾക്കാം. ഞാൻ തിരൂരിൽ നിന്ന് മോള് വിളിച്ചായിരുന്നു. അവിടെ ട്രെയിനിൽ കയറാൻ വന്നൊരു സ്ത്രീയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. അപ്പോൾ അവളോട് സേഫാ, കുഴപ്പമില്ല, RPFകാരെ അറിയിച്ചിട്ടുണ്ട്. അല്ലല്ലോ തിരൂരല്ലേ? തിരൂർ. എന്തായാലും വീട്ടുകാർ അക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണൻ നായർ തുടരുന്നുണ്ട്. കണ്ണൻ, ചെറിയ രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ? കാരണം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മറ്റൊരു യാത്രക്കാരന്റെ ഫോൺ വാങ്ങിയിട്ടാണ് കുട്ടി വിളിക്കുന്നത്. പെട്ടെന്ന് കണ്ടെത്താനും പറ്റിയിരുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. ഓരോ റെയിൽവേ സ്റ്റേഷനിലും അത്രത്തോളം തിരക്കുകളും ഉണ്ടായിരുന്നു. അതിനിടയിൽ കൂടിയാണ് ഇങ്ങനെ ഒരു വിവരം കൂടി വരുന്നത്. ഈ തിരൂരിൽ കുട്ടിയെ കണ്ടെത്തിയത് എങ്ങനെയാണ്? ഇന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കുട്ടി അവിടുത്തെ ഒരു യാത്രക്കാരിയുടെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു. തനിക്ക് വീട്ടിലേക്ക് ഒന്ന് ഫോൺ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ യാത്രക്കാരി ഫോൺ ഇവർക്ക് കൈമാറുകയാണ്. ഈ 13കാരിക്ക് കൈമാറുകയാണ്. അങ്ങനെ ആ കുട്ടി ഫോണിൽ വീട്ടിലേക്ക് വിളിച്ച് താൻ തിരൂരിലുണ്ട്, സുരക്ഷിതയാണ്, തനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അറിയിക്കുകയാണ്. അങ്ങനെയാണ് വീട്ടുകാർ ഈ വിവരം പറഞ്ഞത്. വലിയ ആശങ്ക തന്നെയായിരുന്നു. നേരത്തെ പൂജ പറഞ്ഞതുപോലെ ഇന്നലെ ട്രെയിനിലൊക്കെ തന്നെ വലിയ തിരക്കുണ്ടായിരുന്നു. പോലീസിന് പരിശോധിക്കുന്നതിനൊരു പരിധിയുണ്ടെങ്കിൽ പോലും അവർ കഴിഞ്ഞ ദിവസം കാസർഗോഡൊക്കെ ഉണ്ടായ സംഭവങ്ങളുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ വലിയ പരിശോധന കുന്നിക്കോട് സിയുടെയും കൊട്ടാരക്കര DYSPയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ട്രെയിനുകളിലെല്ലാം തന്നെ രാത്രി പരിശോധന നടത്തുകയായിരുന്നു. എന്നാൽ രാത്രി ഒന്നും കണ്ടെത്താനായില്ല. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ആശങ്കയേറി. പക്ഷേ ഇന്ന് അല്പസമയം മുമ്പാണ് ബന്ധുവിന്റെ ഫോണിലേക്ക് കുട്ടി വിളിക്കുകയും താൻ സുരക്ഷിതയാണ്, തിരൂരിലുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് റെയിൽവേ പോലീസിനോട് ഈ കുട്ടിയുടെ സുരക്ഷിതത്വം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ റെയിൽവേ പോലീസ് ഇപ്പോൾ ആ കുട്ടിയെ സുരക്ഷിതമായി അവരുടെ സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുകയാണ്. ഈ രക്ഷിതാക്കൾ തിരൂരിലേക്ക് ചെല്ലേണ്ട ഒരു കാലതാമസമുണ്ട്. അതിനുള്ളിൽ തന്നെ ഈ പോലീസും അവിടേക്ക് എത്തും. ആ പോലീസും ഈ രക്ഷിതാക്കളും ചേർന്ന് കുട്ടിയെ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് തീരുമാനം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടി ഭക്ഷണം കഴിക്കാൻ അമ്മ പറഞ്ഞു. അതിന്റെ പേരിൽ കുട്ടി അമ്മയും തമ്മിൽ തർക്കമായി. തൊട്ടു പിന്നാലെ 13കാരിയായിട്ടുള്ള കുട്ടി വീട് വിട്ട് ഇറങ്ങുകയാണ്. അന്നേരം ഈ കുഞ്ഞുങ്ങളുടെ പല സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു വഴക്ക് പറഞ്ഞാൽ ഉടനെ തന്നെ വീട് വിട്ടിറങ്ങുക, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കടുകൈ ചെയ്യുക എന്നൊക്കെയുള്ളത് ഇപ്പോൾ സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായത്. ഇപ്പോൾ കുന്നിക്കോടെ സംഭവത്തിൽ വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ആ 13കാരിയെ കണ്ടെത്തിയിട്ടുണ്ട്.